വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയുനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി ഖുൽ ഹസ്ബിയല്ലാഹ് റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് ലോകത്ത് ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചില ആളുകളാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കേരളക്കരയിൽ പോലും മറ്റുള്ള മതങ്ങൾക്ക് മുൻപിൽ പരിഹസിക്കപ്പെടുന്ന, കളിയാക്കപ്പെടുന്ന ഇല്ലാത്ത ചില കഥകളും അന്ധവിശ്വാസങ്ങളും ചില കൺകെട്ട് കഥകളുമൊക്കെ ചില ആളുകൾ മതത്തിന്റെ പേരിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ മുൻപ് ഇസ്ലാമിക ലോകത്ത് അനേകം അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. ആ അന്ധവിശ്വാസങ്ങൾ തിരിച്ചു വരുന്നത് പോലെ ഏത് കാലഘട്ടത്തിലും ഏതു മതങ്ങളെയും ചൂഷണോപാധിയാക്കി മാറ്റുകയും ആ മതം കൊണ്ട് പ്രത്യേകപരമായ ചില നേട്ടങ്ങൾ ഈ ലോകത്ത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും അവർ മതത്തെ വ്യാഖ്യാനിക്കും. അതല്ലെങ്കിൽ മതത്തിന്റെ ചില കാര്യങ്ങൾ സ്വന്തമാക്കി വടക്കാക്കി അവതരിപ്പിക്കും. അതിൽപ്പെട്ടൊരു മേഖലയാണ് ഇന്ന് ചില ആളുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മന്ത്രങ്ങൾ, ഉറുക്കുകൾ, ഏലസുകൾ, ചരടുകൾ, ഇത്തരത്തിലുള്ള ചില മഷിനോട്ടങ്ങൾ മുതൽ ചന്ദനക്കുട നേർച്ചകൾ വരെ. ഇതൊക്കെ മതത്തിന്റെ പേരിൽ അവതരിപ്പിക്കുന്ന ആളുകളുടെ ഓഫറുകൾ ഭയങ്കരമായിരിക്കും. സന്താന സൗഭാഗ്യം, ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ മാറ്റും, വിവാഹം എളുപ്പമാക്കും, അതേപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, ജീവിതത്തിലുള്ള കുടുംബ പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടും, മാരകമായ അസുഖങ്ങളുണ്ടോ അത് കെട്ടിയാൽ എളുപ്പം സുഖപ്പെടും,
ജോലി ഇല്ലാത്തവരാണോ ജോലി കിട്ടും, ഇങ്ങനെ ഭയങ്കരമായ ഓഫറുകൾ കൊടുക്കും ചില ആളുകൾ. അതുകൊണ്ടാണല്ലോ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഈ കേരളക്കരയിലുണ്ടായ 2-3 അനുഭവങ്ങളുണ്ട്. ഒരു പാവപ്പെട്ട പെൺകുട്ടി ഒരു കല്യാണത്തിന്റെ ഇടയ്ക്ക് മാല നഷ്ടപ്പെട്ടപ്പോ 2.5 പവന്റെ മാലയ്ക്ക് വേണ്ടി ആ കുടുംബം സങ്കടപ്പെട്ട് അവരുടെ സങ്കടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്ലിം കുടുംബത്തിൽ തന്നെയുള്ള ഒരു പെണ്ണ്, ഒരു സ്ത്രീ വന്ന് പറഞ്ഞു പോലും, നിങ്ങൾ ബേജാറാവണ്ട, ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം, നിങ്ങൾ ഇന്ന സ്ഥലത്തുള്ള തങ്ങളുപ്പാപ്പാനെ ചെന്ന് കണ്ടാൽ മതി, തങ്ങളുപ്പാപ്പ അദ്ദേഹം അത് ഗുണിച്ച് പറഞ്ഞു തരും ആരാണ് എടുത്തത്, അല്ലെങ്കിൽ മഷി നോക്കി പറഞ്ഞു തരും ആരാണത് കട്ടെടുത്തത് എന്ന്. ഇത് കേട്ടപ്പോ അവിടെയുള്ള ഒരു അമുസ്ലിം സ്ത്രീ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് കളിയാക്കി ചോദിച്ചു പോലും, നിങ്ങളെ കൂട്ടത്തിലുണ്ടില്ലേ ഞങ്ങളെപ്പോലത്തെ വിശ്വാസങ്ങളൊക്കെ, ഞങ്ങളും ജ്യോത്സ്യന്മാരെ സമീപിക്കും, മഷി നോക്കും, അല്ലെങ്കിൽ കവിടി നിരത്തി കാര്യങ്ങൾ പ്രവചിക്കും, ഇതുപോലെ നിങ്ങളിലുമുണ്ടല്ലേ എന്ന് പരിഹാസത്തോടെ ചോദിക്കുന്നത് ഒരു കുടുംബത്തിലല്ല, പലരും രഹസ്യമായി ആ കാര്യം നടത്താറുണ്ട്. അതുപോലെ തന്നെ എടപ്പാളിനടുത്ത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ അപസ്മാരം ബാധിച്ച് സങ്കടം കാണിച്ചപ്പോ ആ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലെ ഉസ്താദ് മന്ത്രിച്ചൂതി കൊട്ടിക്കൊടുത്ത ഏലസ് കെട്ടി അവസാനം സ്വന്തം വീട്ടിൽ അപസ്മാരം മൂർച്ഛിച്ച് മരിച്ച കഥയും ഈ പ്രബുദ്ധ കേരളത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആനുവൽ എക്സാമിനേഷൻ നടക്കുന്ന സമയം കേരളത്തിലെ പ്രസിദ്ധമാക്കപ്പെട്ട ഒരു മക്കബറയിലുള്ള പരസ്യം ഇങ്ങനെയായിരുന്നു: ഈ മക്കബറയിലെ തങ്ങളുപ്പാപ്പാന്റെ മന്ത്രിച്ചൂതിയ പേന കൗണ്ടറിൽ കിട്ടും, 250 രൂപ കൊടുത്ത പേന വാങ്ങിയാൽ പരീക്ഷ എളുപ്പമാക്കപ്പെടും. ഇങ്ങനെ പല നിലക്കും മതത്തെ ചൂഷണം ചെയ്യുകയും പാവപ്പെട്ട വിശ്വാസികളെ വഞ്ചിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ഇന്ന് മുസ്ലിം ലോകത്തുണ്ട്. ഈ ചരിത്രം ആവർത്തിക്കപ്പെടുന്നതിന്റെ ലക്ഷണങ്ങളാണ് സോഷ്യൽ മീഡിയകളിലൂടെ ഇല്ലാ കഥകൾ കറാമത്തിന്റെ പേരിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ തങ്ങൾക്ക്, ഞങ്ങളുടെ മക്കാമിന്, ഞങ്ങളുടെ ജാറത്തിൽ കിടക്കുന്ന ഔലിയക്ക് ഇന്ന പ്രത്യേകതകളുണ്ട്, അതുകൊണ്ട് അവിടെ പോയി കെട്ടിയോ സുക്കേട് മാറും. അജ്മീർ, നാഗൂർ, മുത്തുപ്പേട്ട, ഒമാനൂർ, CM മക്കാമ്, മമ്പറം, ഇങ്ങനെ പരന്നു കിടക്കുന്ന മതവാണിഭങ്ങളുടെ അവസ്ഥകൾ പോലും ഇന്ന് ഈ ചുറ്റുപാടിൽ ഗംഭീരമാക്കപ്പെടുമ്പോ ലോകത്തിന്റെ തിരുദൂതൻ ആവർത്തിച്ച് പഠിപ്പിച്ചൊരു വാക്കുണ്ട്: ബദഅൽ ഇസ്ലാമ ഗരീബ. ഇസ്ലാം അപരിചിതത്വത്തോടു കൂടിയാണ് കടന്നു വന്നത്. മക്കയിലുള്ള ഭൂരിപക്ഷ ജനതയും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കാണിക്കുമ്പോ അവരോട് അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, പാടില്ല, അത് മതത്തിൽ പെടാത്തതാ. അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇസ്ലാമിലില്ല. ചരടുകളെ കൊണ്ടോ മന്ത്രങ്ങളെ അഥവാ ഇസ്ലാം നിഷിദ്ധമാക്കിയ മന്ത്രിച്ചൂതലുകൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള മഷിനോട്ടം കൊണ്ടോ ഉറുക്കുകൊണ്ടോ കവടി കൊണ്ടോ കവചം കൊണ്ടോ നിങ്ങൾ ഇസ്ലാമിനെ പരിഹസിക്കരുത് എന്ന് പഠിപ്പിച്ച് കടന്നു വന്ന ഇസ്ലാമിനെ അന്ന് ചിലര് പരിഹാസത്തോടെ ചോദിച്ചു, മുഹമ്മദേ, ഇതൊക്കെ ഞങ്ങൾ പാരമ്പര്യമായി ചെയ്യുന്നവരാ, ഞങ്ങളെ വാപ്പാർക്ക് സൂക്കേട് വന്നപ്പോഴും ഞങ്ങൾ കെട്ടിയിട്ടുണ്ട്, ഞങ്ങൾ മഷി നോക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഏലസ് കെട്ടിയിട്ടുണ്ട്, നീ ഒരു പുതിയ വാദവുമായിട്ടാണോ വന്നത് എന്ന് ചോദിച്ച അതേ വാക്ക് ലോകത്തിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു, വസയഊദു കമാ ബദഅ. അന്ന് മക്കക്കാര് അപരിചിതത്വം കാണിച്ചതുപോലെ ഇസ്ലാമിലേക്ക് അപരിചിതമായ ചില സ്വഭാവങ്ങൾ കടന്നു വരുന്ന ഒരു കാലം വരും. അന്ന് ഖിയാമത്ത് നാൾ അടുക്കാറാകും. ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, ഇങ്ങനെ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒട്ടനേകം അന്ധവിശ്വാസങ്ങൾ ഈ മതത്തിന്റെ പേരിൽ വീണ്ടും ആളുകൾ പടച്ചുവിടാൻ തുടങ്ങി. അത്തരക്കാരായ ആളുകളോട് 14 നൂറ്റാണ്ട് മുൻപ് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്, അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. അള്ളാഹു ചോദിക്കുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള. അള്ളാഹുവിന്റെ തിരുദൂതരെ, അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമിയെ സംവിധാനിച്ചത്? ലയഖൂലുന്നല്ലാഹ്, അവര് പറയും അത് അല്ലാഹുവാണെന്ന്. കുൽ, എന്നിട്ട് നീ അവരോട് ചോദിക്കണം, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ
നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളെ പറ്റി, ആ ചരടുകളെ പറ്റി, ഊതിയവരെ പറ്റി, മന്ത്രി ചോദി തന്നവരെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവര് ജനിച്ചവരാകട്ടെ മരണപ്പെട്ടു പോയവരാവട്ടെ, അല്ലാഹുവിന് പുറമെ സഹായവും സംരക്ഷണവും സന്താന സൗഭാഗ്യവും പ്രശ്നപരിഹാരത്തിനും നിങ്ങൾ ചെന്ന് നോക്കുന്ന ആ ഖബറുകളെ പറ്റിയും ആളുകളെ പറ്റിയും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിളുർരിൻ, അല്ലാഹു നിങ്ങൾക്കെങ്ങാനും ഒരു ദോഷം വരുത്താൻ തീരുമാനിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാത്തു ളുർരിഹി, നിങ്ങളുടെ ആ മന്ത്രി ചൂതിയവർക്കോ ഏലസ് കെട്ടിയവർക്കോ അതിനെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ, നിങ്ങളെ തൊട്ട് നീക്കം ചെയ്യാൻ സാധിക്കുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ, എങ്കിൽ അല്ലാഹു നിങ്ങൾക്കൊരു കാരുണ്യമാണ് തീരുമാനിച്ചതെങ്കിൽ, ഹൽ ഹുന്ന മുംസികാത്തു റഹ്മത്തിഹി, അല്ലാഹു തീരുമാനിച്ച റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടാതെ തടഞ്ഞു വെക്കാൻ അവരെക്കാർക്കെങ്കിലും സാധിക്കുമോ? എന്നിട്ട് അല്ലാഹു വെല്ലുവിളിക്കുന്നു, കുൽ, അതുകൊണ്ട് നബിയെ അവരോട് പറയണം, ഹസ്ബി അല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ ഭരമേൽപ്പിക്കാവൂ, റബ്ബിൽ നിന്നു മാത്രമേ നിങ്ങൾ സഹായം ചോദിക്കാവൂ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അരികിൽ നിന്നും കിട്ടുന്ന സഹായം മറ്റൊരാളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അതുകൊണ്ട് ഭരമേൽപ്പിക്കേണ്ടവർ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കട്ടെ. ഈ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ തവക്കുല് ചെയ്യേണ്ടത്, ആ സഹായം ചോദിക്കേണ്ടത് അല്ലാഹുവിനോടായിരിക്കണം. അതല്ലാതെ ഹറാമായ ചികിത്സകളിലേക്കോ ഏതെങ്കിലും കെട്ടുകഥകളിലേക്കോ അന്ധവിശ്വാസങ്ങളിലേക്കോ, അതിന്റെ പേരിൽ ചില ആളുകൾ എന്നിട്ടവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, മാല കിട്ടിയിട്ടുണ്ടല്ലോ, അപസ്മാരം മാറിയിട്ടുണ്ടല്ലോ എന്നൊക്കെ വ്യാഖ്യാനിച്ച് നിങ്ങളെ ശിർക്കൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ പിശാച് പണിയെടുക്കുമ്പോ, ഇല്ല, എന്റെ അസുഖങ്ങളും എന്റെ എല്ലാ അവസ്ഥയും എനിക്കെന്റെ റബ്ബാണ് നീക്കിത്തന്നത് എന്ന വിശ്വാസത്തോടുകൂടി റബ്ബിൽ ഉറച്ചു നിൽക്കാനാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്തെങ്കിലും ഒരു ചെറിയ പരീക്ഷണം വരുമ്പോഴേക്കും ആളുകൾ ഓടുകയാ ഓരോ ജാറങ്ങളിലേക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മക്കബറുകളിലേക്ക്. ആരെങ്കിലും മന്ത്രി ചോദിക്കൊടുക്കുന്നത് ആരും അറിയാതെ അരയിൽ കെട്ടി നടക്കുന്ന, പുറത്ത് മുവഹിദീങ്ങളുടെ വേഷം കെട്ടുന്ന ചിലരും നമ്മളെ കൂട്ടത്തിലുണ്ട്. വീട്ടിന്റെ ദോഷം മാറാൻ വീട്ടിന്റെ ഉത്തരത്തിൽ ഒരു കുപ്പി, കണ്ണിമൂലയിലെ കക്കൂസ് കാരണം ആ കക്കൂസിന്റെ അവസ്ഥകൾ മാറ്റി സൃഷ്ടിക്കപ്പെടുന്നവർ, അല്ലെങ്കിൽ പ്രശ്നപരിഹാരം, ആ വീട്ടിൽ താമസം തുടങ്ങി, എന്നും പ്രശ്നം, ആളുകൾ കൊണ്ടുവന്നു, എന്തോ മുറ്റത്ത് കുഴിച്ചിട്ടു, അത് കൂടോത്രമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. മുട്ടത്തോടിലും കോഴിയിൽ തലയിലും ഹിന്ദുക്കളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന, ചരടും ഏലസുമായി ജീവിക്കുന്ന നിരവധി ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. വെള്ളമൂതിക്കുന്നവർ, അല്ലേ? കരിയാക്കുളങ്ങരക്കടുത്തുള്ള ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ, ആ ഷെയ്ഖിന്റെ കറാമത്തെന്താ? തിങ്കളാഴ്ച വെള്ളമൂതിച്ചാൽ ഭ്രാന്ത് മാറും, ചൊവ്വാഴ്ച ഊതിച്ചു കുടിച്ചാൽ കുടുംബ പ്രശ്നം മാറും, ബുധനാഴ്ച മക്കളെ കിട്ടും. ഇങ്ങനെ അന്ധവിശ്വാസത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകുമ്പോ ഓരോ വിഷയത്തിലും കൃത്യമായി അള്ളാഹുവിന്റെ തിരുദൂതൻ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ റഅ ഫീ യദി റജുലിൻ ഹൽകഹു മിൻ സുഫിരിൻ, റഅ, അള്ളാഹുവിന്റെ തിരുദൂതൻ കണ്ടു, ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ കയ്യിൽ ഹൽകതം മിൻ സുഫിരിൻ, ഒരു പിച്ചള കൊണ്ടുണ്ടാക്കിയ വള അവന്റെ കയ്യിൽ അങ്ങനെ കുടുക്കിയിട്ടതായിട്ട് കണ്ടു. ഫഖാല, അള്ളാന്റെ റസൂൽ ചോദിച്ചു, മഹാദ, എന്താണ് സഹോദര ഇത്? ഫഖാല, അവൻ തിരിച്ചു പറഞ്ഞു, മിനൽ വാഹിന, അല്ലയോ പ്രവാചകരെ, എനിക്കൊരു ബലക്ഷയം തോന്നി, ശരീരത്തിനൊക്കെ ഒരു പോരായ്മ. അപ്പൊ എനിക്കൊരു ബലം കിട്ടാൻ വേണ്ടി, ബലക്ഷയം മാറാൻ വേണ്ടി, ഒരാഫിയത്തിനു വേണ്ടി ഞാൻ ആ ഒരു മന്ത്രി ചോദി കെട്ടിയൊരു വളയാണത്. എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്നൊരാള് ഊതിത്തന്ന, കെട്ടിച്ചു തന്നൊരു വളയാണത്. കാല, അള്ളാഹുവിന്റെ തിരുദൂതൻ പുച്ഛത്തോടെ പറഞ്ഞു, മാ തസീദുക ഇല്ലാ വഹന, ആ ഒരു വള നിനക്ക് സങ്കടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല, നിന്റെ ബലക്ഷയം കൂടുകയേയുള്ളൂ. ഫഇന്നക ഇൻ തമുത്, അതെങ്ങാനും കയ്യിൽ വെച്ചിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ, വഹിയ അലൈക വകിൽത ഇലൈഹ, ആ വിശ്വാസത്തോടുകൂടി അത് കയ്യിൽ വെച്ചവനായിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ,
ഞാൻ നിനക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയില്ല, നിന്റെ ജനാസയിൽ പോലും ഞാൻ പങ്കെടുക്കാൻ വരികയില്ല എന്ന് ലോകത്തിന്റെ തിരുദൂതൻ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും നേരം വെളുക്കാതെ രഹസ്യമായി ജാറങ്ങളിൽ ചെന്ന് കെട്ടുന്നവരുണ്ട്, ആരുമറിയാതെ കാണാത്ത ഭാഗത്ത് കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. മറ്റുള്ളവരുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കുമ്പോ മാറുകയായിരിക്കും. ഭാര്യയ്ക്ക് വേണ്ടി തീരുമാനം മാറ്റുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്മാർക്ക് വേണ്ടി തീരുമാനം മാറ്റുന്ന ഭാര്യമാരുണ്ട്. അവരൊക്കെ പഠിക്കട്ടെ, അത് വെച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഏലസ് കെട്ടുന്നവർ പൊറുക്കപ്പെടാത്ത പാപമാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിക്കുന്നു. മൻ തഅല്ലക തമീമത്തൻ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ, മറ്റൊരു ഹദീസിൽ കാണാം മൻ അതാ അറാഫൻ, ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അരികിലേക്ക് ചെന്നു ഫസദ്ദഖഹു, എന്നിട്ട് അവൻ പറഞ്ഞത് വിശ്വസിക്കുകയാണെങ്കിൽ ഫഖദ് അശ്റക, അവൻ റബ്ബിൽ പങ്കു ചേർത്തിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് ചെറുപ്പക്കാരോട് കൂടിയ. പലപ്പോഴും ബീച്ചിന്റെ സൈഡിൽ കാറ്റുകൊള്ളാൻ ചെന്നിരിക്കുമ്പോ കൈനോട്ടക്കാര് വയ്യക്കൂടും. ഓരോരുത്തരും കൈ നീട്ടിയിട്ട് ചോദിക്കും, മോനെ നിന്റെ ഭാവി പറയാം. ഒരു രസത്തിന്, ഒരു തമാശക്ക് കൈ നീട്ടിക്കൊടുക്കുന്ന ചെറുപ്പക്കാരുണ്ട്. കയ്യിന്റെ അടിയിലുള്ള വര നോക്കി അവന്റെ ഭാവി പ്രവചിക്കുന്നവർ, ആ പ്രവചനം കേട്ട് ടെൻഷൻ അടിക്കുന്നവർ, ആ പ്രവചനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെയാ ഓർമ്മപ്പെടുത്തുന്നതും, കൈ നീട്ടുന്നവൻ നീ വാ മോനെ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവരുടെ പാപ്പരത്വം അറിയാം. എന്റെ മനസ്സറിയാൻ അവർക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ, എന്റെ ഉള്ളറിയാൻ അവർക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എന്നെ അവർ വിളിക്കൂല. കാരണം ഞാൻ അത് വിശ്വസിക്കാത്തൊരു വ്യക്തിയാ. ജീവൻ പോയാലും അങ്ങനെ ഒരാളെ മുൻപിലേക്ക് കൈ നീട്ടിക്കൊടുക്കാൻ ഞാൻ പോവില്ല എന്ന് മനസ്സുകൊണ്ട് റബ്ബിൽ തീരുമാനമെടുത്തിട്ടും എന്നെ കൈയാട്ടി വിളിക്കുന്ന ആ കുറത്തിയെ, കൈനോട്ടക്കാരിയെ കാണുമ്പോ എനിക്കുറപ്പാ അവർക്കൊരു വിവരവുമില്ല, മനസ്സറിയാനുള്ള കഴിവില്ല. ഉണ്ടെങ്കിൽ അവരെന്നെ വിളിക്കില്ലായിരുന്നു. എന്റെ മനസ്സ് അവർ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. അഥവാ അങ്ങനെ വിശ്വസിക്കുകയും അതിന്റെ പിന്നാലെ പോകുകയും ചെയ്താൽ ഫഖദ് അശ്റക, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർത്തവരായിട്ട് അല്ലാഹു തആല കണക്കാക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, വമൻ തഅല്ലക വദ്ദഅതൻ, ആരെങ്കിലും തന്റെ കൈത്തണ്ടയിൽ ഒരു രക്ഷാ കവടി കെട്ടിയാൽ, ഒരു രക്ഷാ കവചം കെട്ടിയാൽ, ഫലാ വദ്ദ അല്ലാഹു ലഹു, അവന്റെ രക്ഷ അള്ളാഹുവിന് ബാധ്യതയില്ല. അവന്റെ രക്ഷ അള്ളാഹുവിന്റെ ബാധ്യതയല്ല. അള്ളാഹു അല്ലാത്ത ആർക്ക് രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ കവടി കെട്ടിയാലും നേർച്ച കൊടുത്താലും നിങ്ങളുടെ കവചം, നിങ്ങളുടെ രക്ഷ അള്ളാഹുവിന്റെ ബാധ്യതയല്ല. ചിന്തിക്കണേ, വയനാട് ചുരം കയറുമ്പോ ഒടുങ്ങാക്കാറ പള്ളിയിൽ 5-10 രൂപ ഇട്ടാലേ യാത്ര സുഖമാകൂ, ചുരം അല്ലലില്ലാതെ കയറാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളുണ്ട്. അവിടെ എത്തുമ്പം മാത്രം എന്തെങ്കിലും ആവട്ടെ എന്നൊരു വിശ്വാസം കൊണ്ട് കൊടുത്തു പോകുന്നവരുണ്ട്. അങ്ങനെ കൊടുത്താൽ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും നിങ്ങളെ സഹായിക്കും, യാത്ര സുഖകരമാകും, നിങ്ങൾക്ക് രക്ഷ കിട്ടും, രക്ഷാ കവചമുണ്ടാകും എന്ന വിശ്വാസത്തിൽ ഒരണയോ ഒരീച്ചയെയോ ആണ് നിങ്ങൾ നേർച്ച കൊടുത്തതെങ്കിൽ, നിങ്ങൾ ദാനം ചെയ്തതെങ്കിൽ, ഫലാ വദ്ദ അല്ലാഹു ലഹു, നിങ്ങളുടെ കവചം, രക്ഷ അള്ളാഹുവിന്റെ ബാധ്യതയല്ല. അല്ല വിട്ടു നിങ്ങളെ, പിന്നല്ല നിങ്ങളെ പരിഗണിക്കുകയില്ല. കാരണം അള്ളാഹു പറയും, നീ ബരമേൽപ്പിച്ചവന്റെ നേരെ നോക്ക്, ഉടുങ്ങാക്കാട് മക്കാമിലെ തങ്ങളോട് പറ, ഇന്ന വ്യക്തിയോട് പറ എന്ന് അല്ലാഹു തആല അവന്റെ നേരെ നോക്കി പറയുമെന്നും ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറക്ക് മുകളിലൂടെ കറുത്ത ഉറുമ്പരിക്കുന്നത് പോലെ നമ്മളെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരും. ഞാൻ യാത്ര ആരംഭിച്ചു, കറുത്ത പൂച്ച കുറുകെ ചാടി. എന്റെ മനസ്സ് ഭയപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ വിശ്വാസത്തിൽ എന്തോ കുഴപ്പമുണ്ട്. വിശ്വാസിയാണെങ്കിൽ എന്ത് ചിന്തിക്കണം? എന്നെക്കാളും തിരക്ക് പൂച്ചക്കുള്ളത് കൊണ്ട് പൂച്ച ആദ്യം ഓടി എന്നെ ചിന്തിക്കാവൂ. അല്ലെങ്കിൽ മടങ്ങിയാൽ കാര്യം മുടങ്ങുമെന്നും മറ്റേതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസം ചിലർക്ക് അങ്ങനെയാ. കൈനീട്ടം നന്നാവണം, അതൊരു വേശ്യപ്പെണ്ണാണെങ്കിലും ശരി, രാവിലത്തെ കൈനീട്ടം നന്നായാൽ അന്നത്തെ ദിവസം കെങ്കേമമായി. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ഹൃദയത്തിൽ നിന്നും കൊണ്ടുപോകാത്തവർ പലരുടെ വീട്ടിലും തൗഹീദിന്റെ വാക്കുകളുണ്ട്, പലരുടെ ചുമരുകളിലും ആയത്തുൽ കുർസിയുണ്ട്. പക്ഷെ ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോ
തവക്കൽതു അലല്ലാഹ് എന്ന് പറയുമ്പോ ആളുകൾക്ക് ആ വിശ്വാസം വരുന്നില്ലെങ്കിൽ, കേവലം തൂക്കി വെക്കാനുള്ളതല്ല അള്ളാന്റെ വചനം, നെഞ്ചോട് ചേർത്ത് പിടിച്ച് അള്ളാഹുവിൽ തവക്കുല് ചെയ്ത് ജീവിക്കാനുള്ളതാ. പോകുന്ന വാഹനത്തിന്റെ മുൻപിൽ ഇതെന്റെ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നെഴുതി വെച്ചവനും ജാറത്തിന്റെ മുൻപിൽ നേർച്ചർപ്പിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ വിശ്വാസം കയറിയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ മറ്റൊരു റിപ്പോർട്ട് കാണാം. അൻ ഉർവത്ത് റളിയല്ലാഹു അൻഹു ഖാല, ഉർവത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖല ഖുദൈഫ അലാ മരീലിൻ, ഖുദൈഫ റളിയല്ലാഹു അൻഹു ഒരു രോഗിയായ മനുഷ്യന്റെ അരികിലേക്ക് കയറി ചെന്നു. ഫറആ ഫീ അളുദഹു ഖൈതൻ, അവന്റെ കയ്യിൽ, കിടക്കുന്ന രോഗിയുടെ കൈത്തണ്ടയിൽ ഒരു നൂല്, ഒരു കറുത്തതോ വെളുത്തതോ ആയ ഒരു നൂല് കെട്ടിയത് കണ്ടു. ഫഖത്തഅഹു, സുമ്മ, അദ്ദേഹം ആ കയ്യിൽ നിന്നും അദ്ദേഹത്തിന്റെ കൈ ഉപയോഗിച്ച് ആ നൂല് പൊട്ടിച്ചെറിഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, ജനങ്ങളിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് റബ്ബിൽ പങ്കു ചേർത്തുകൊണ്ടായിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ആ നൂല് കെട്ടിയിട്ടൊരു രക്ഷ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷിർക്കിൽ പെടും, അത് ഷിർക്കിന്റെ വിശ്വാസമാണ്. വീണ്ടും അദ്ദേഹം ഓർമ്മപ്പെടുത്തി, ലൗ മിത്ത വഹാദാ ഫി അളുദിക, നിന്റെ കയ്യിൽ ആ ചരടുണ്ടായിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ, ആ വിശ്വാസത്തോടെയാണ് നീ മരിക്കുന്നതെങ്കിൽ, മാ സല്ലൈതു അലൈക, നിനക്ക് വേണ്ടി ഞാൻ ഒരിക്കലും മയ്യത്ത് നമസ്കരിക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായ ഖുദൈഫ റളിയല്ലാഹു അൻഹുവാണ് അത് പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാരെയും ജയിക്കാനും തോൽപ്പിക്കാനും വേണ്ടിയിട്ടല്ല, ആരുടെയും കഞ്ഞുകുടി മുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ചെയ്യുന്നത് ശിർക്ക, ഭരമേൽപ്പിക്കേണ്ടത് അല്ലാഹുവിനെയാ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൈനബ റളിയല്ലാഹു അൻഹാനെ കല്യാണം കഴിച്ചു. ആദ്യ രാത്രിയിൽ സൈനബ റളിയല്ലാഹു അൻഹാന്റെ കഴുത്തിൽ ഒരു കറുത്ത ചരട് കണ്ടു. അദ്ദേഹം ആശ്ചര്യത്തോടെ ചോദിച്ചു, സൈനബ, എന്താണ് നിന്റെ കഴുത്തിൽ ഒരു ചരട്? സൈനബ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, ഇത് മന്ത്രി ചൂതിയ ഒരു ചരടാ. ഇതെന്റെ കഴുത്തിൽ കെട്ടിത്തന്നത് എന്റെ കുടുംബത്തിലെ വലിയ മുതിർന്ന ഒരു പ്രായമുള്ള ഉമ്മയാ. എന്റെ കഴുത്തിലുള്ള ഒരു ചരട് ആ മന്ത്രി ചൂതി കെട്ടിത്തന്നതാ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഇബ്നു മസ്ഊദ് കൈകൊണ്ടത് പൊട്ടിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, സൈനബ, നീ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമാ. റസൂലുള്ളാന്റെ കുടുംബത്തിൽ ഷിർക്കിന്റെ ആവശ്യം നിങ്ങൾക്കില്ല സൈനബ, അത് റബ്ബിൽ പങ്കു ചേർക്കലാണെന്ന് എന്റെ ഹബീബായ റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരാളുടെ രക്ഷാകവചം നിനക്ക് വേണ്ട, നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക് എന്നോർമ്മപ്പെടുത്തി കൊടുക്കുന്നു. മറ്റൊരു ചരിത്രത്തിൽ കാണാം, മഹാനായ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്യദേശത്ത് നിന്ന് മുസ്ലിമായ 10 പേർ മദീനയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കയറി വന്നു. 10 പേരിൽ 10 പേരും റസൂലുള്ളാന്റെ നേരെ കൈനീട്ടി. അതിൽ 9 പേരുടെ കൈയും പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് സ്വീകരിച്ചു. അഥവാ അവരുടെ ഇസ്ലാമികം പൂർണ്ണമായി ഇസ്ലാമായി എന്നുള്ള ബൈഅത്ത് 9 പേരുടേതും സ്വീകരിച്ചു. ഒരു വ്യക്തിക്ക് നേരെ തിരുദൂതൻ കൈ നീട്ടിയില്ല. ആ കൈ റസൂലുള്ള അവഗണിച്ചു, വീണ്ടും നീട്ടി, അവഗണിച്ചു. സഹാബാക്കളും വന്ന 10 പേരും ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ 10 പേരായിട്ടാ വന്നത്, 9 പേരുടേതും താങ്കൾ സ്വീകരിച്ചു, ഒരു വ്യക്തിയെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും താങ്കൾ അവഗണിച്ചു, എന്താ കാരണം? അള്ളാന്റെ തിരുദൂതൻ അല്പം വെറുപ്പോടെ പറഞ്ഞു, ഞാൻ കൈപിടിക്കാത്തവന്റെ കൈത്തണ്ടയിൽ ഒരു കറുത്ത ചരട് കണ്ടിട്ടുണ്ട്. ഞാൻ ആരുടെയോ രക്ഷാകവചമായി അവൻ ഊതിക്കെട്ടിയതാണത്. അതുകൊണ്ട് ആ രക്ഷാകവചം കെട്ടിയവന് എന്റെ ഇസ്ലാമിൽ ഒന്നും ചെയ്യാനില്ല. അവൻ ഇസ്ലാമായിട്ട് ബൈഅത്ത് ചെയ്യാൻ അർഹതയില്ല. മുസ്ലിമാണോ? അള്ളാഹുവിൽ ബൈഅത്ത് ചെയ്യണം. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം പോലും പൂർണ്ണമായി റബ്ബിന് സമർപ്പിച്ചവൻ എന്നാകുമ്പോ ആ കഴുത്തിലും കാലിലും കൈകളിലും കെട്ടുന്ന ചരടിൽ വിശ്വസിക്കുന്നവന്റെ ബൈഅത്ത് ഞാൻ എങ്ങനെ സ്വീകരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളും നമ്മളെ മക്കളും സൂക്ഷിക്കേണ്ടതുണ്ട്. ചിലർ യാത്രകൾ പോകും, ആ യാത്രക്കിടയിൽ ചില ദർഗകളിൽ കയറും, അവിടുന്ന് കൊടുക്കുന്നത് കഴുത്തിലിടും. അങ്ങനെ കൊണ്ടു നടക്കുന്ന പവിത്രമായ തസ്ബീഹ് മാലകൾ വാഹനത്തിന്റെ മുൻപിൽ തൂക്കിയിടുന്നവരുണ്ട്. ആദ്യമായി വാഹനം വാങ്ങി, എന്നിട്ട് നേരെ ഒരു ദർഗാ യാത്ര, ദർഗയിൽ നിന്നും മന്ത്രിച്ചൂതി ഒരു തസ്ബീഹ് മാല കിട്ടി, കാറിന്റെ മുൻഭാഗത്ത് തൂക്കിയിട്ടു, അതിന്റെ മേലെ തവക്കൽതു അലല്ലാഹ്. എന്ത് വിവരക്കേടാണെന്ന് ലോകത്തിന്റെ റസൂലുള്ള തന്നെ ചോദിക്കുന്നുണ്ട്. മനസ്സിൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാതെ പുറമെ റബ്ബിന്റെ നാമം ഉച്ചരിച്ചതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പറ്റിക്കുകയാണോ?
നിങ്ങൾ സ്വയം പറ്റിക്കപ്പെടുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് കാണുന്ന ഓഫറുകൾ കൊടുത്ത് ജനങ്ങളെ തെറ്റിലേക്കും അന്ധവിശ്വാസത്തിലേക്കും ശിർക്കിലേക്കും എത്തിപ്പിക്കുന്ന ഒരു തരം ചികിത്സകളിലേക്കും മന്ത്രിച്ചൂതിയ ഏലസുകളിലേക്കും അത്തരത്തിലുള്ള നൂലുകളിലേക്കും നമ്മൾ പോകാൻ പാടില്ല. പല ഓഫറും അവര് തരും, അതിലേക്ക് ന്യായീകരിക്കാൻ പലരും നമ്മളെ സ്വാധീനിക്കും. അവർക്ക് കിട്ടിയതായിട്ട് അവർ പറയും. ആ പറയുന്ന വ്യക്തികളോട് ചോദിക്കണം, അള്ളാഹു തന്നതല്ല എന്ന് പറയാൻ നിങ്ങളെ കയ്യിൽ എന്താ തെളിവ്? ഞാൻ അങ്ങനെയാ ചോദിക്കാറുള്ളത്. ഒരു വ്യക്തി പറയുന്നു, എനിക്കത് കിട്ടി, അവിടെ പോയപ്പോ സൂക്കേട് മാറി. ശരി, അത് അള്ളാഹു തന്നതല്ല എന്ന് പറയാനുള്ള തെളിവെന്താ? എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ലല്ലോ. അള്ളാന്റെ അരികിൽ നിന്നാണെന്ന് വിശ്വസിച്ചാലോ നിങ്ങൾ മുത്തക്കീങ്ങളും മുവഹിദീങ്ങളുമായി. എന്നാൽ അള്ളാഹുവിന് പുറമെ കെട്ടിയതുകൊണ്ടും ഊതിയതുകൊണ്ടും അവിടെ പോയതും കൊണ്ടാണ് കിട്ടിയതെന്ന് വിശ്വസിച്ചാലോ അത് ശിർക്കുമായി. പിന്നെ പോയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അവനോട് നിങ്ങൾക്ക് ആ ജാറത്തോട് പ്രത്യേകിച്ച് താല്പര്യം തോന്നാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏകനായ റബ്ബിൽ തവക്കുല് ചെയ്ത് മന്ത്രി ചൂതലും ഏലസ് കെട്ടലും മന്ത്രത്തിലും ഉറുക്കിലും ഏലസിലും കവചത്തിലും കവടിയിലും മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കുന്ന പുരോഹിതന്മാരുടെ തന്ത്രത്തിൽ പെട്ടുപോയി ജീവിതം നശിപ്പിക്കാൻ പാടില്ല. ഹസ്ബി അല്ലാഹ്, നമുക്ക് അല്ലാഹു മതി. കാക്കാൻ റബ്ബാണ് ഏറ്റവും വലിയവൻ. അവനേക്കാളും വലിയൊരു സംരക്ഷണം ഈ ലോകത്ത് മറ്റൊരാൾക്കും തരാനില്ല, തരാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് റബ്ബിൽ തവക്കുല് ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും ഇയ്യായ അവ്വലം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകൾക്ക് മുൻപ് ഇസ്ലാമിലെ അനന്തര സ്വത്തിനെ പറ്റിയും വസിയത്തിനെ പറ്റിയും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ വിഷയത്തിൽ ചില ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ, ചില മക്കൾക്ക് ഒന്നും കൊടുക്കണ്ട എന്ന് വസിയത്ത് ചെയ്യുന്ന ചില മാതാപിതാക്കളുണ്ട്. ഒരു അനന്തരാവകാശിയുടെ അനന്തര സ്വത്ത് തടയുന്ന വസിയത്ത് ഇസ്ലാമിലില്ല, അത് ചെയ്യാനും പാടില്ല. അങ്ങനെ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മക്കൾ ഒരുമിച്ച് കൂടുകയും പിതാവ് വിട്ടേച്ചു പോയ സ്വത്തിൽ എല്ലാ മക്കൾക്കും ഇസ്ലാം പഠിപ്പിച്ച ഓതി എങ്ങനെയാണോ അങ്ങനെ വീതിക്കുകയും ചെയ്യലാണ് മര്യാദ എന്ന് ലോകത്തുള്ള ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ലാ വസിയത്ത് ലി വാരിസിൻ, അനന്തരം എടുക്കുന്നതുവന് വസിയത്തില്ല എന്ന് പറയാനുള്ള കാരണം കൂടുതൽ എഴുതി വെച്ച് മക്കൾക്കിടയിൽ വേർതിരിവ് ഇല്ലാതിരിക്കാനാ. ഓരോരുത്തർക്കും ഇസ്ലാം നിശ്ചയിച്ച അനന്തര സ്വത്തുണ്ട്, അത് അംഗീകരിക്കണം, അത് കൊടുത്തേ മതിയാകൂ. നമ്മളിൽ ജനിക്കപ്പെട്ട മക്കളാണോ ആ മക്കൾക്കത് കൊടുക്കണം, തടയാൻ പാടില്ല. അനന്തരം എടുക്കേണ്ട ഒരാൾക്ക് അനന്തരം തടഞ്ഞുകൊണ്ടൊരു വസിയത്തില്ല. അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൻ വസിയത്തിൽ വല്ല കള്ളത്തരവും കാണിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരലോകത്തവൻ നരകാവകാശിയായി തീരും എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. ഒരുപക്ഷെ പറയാൻ വിട്ടുപോയതുണ്ടാകാം. ചില മക്കളോട് ചിലപ്പം ജീവിച്ചിരിക്കുന്ന കാലത്ത് വാശിക്ക് പറഞ്ഞു പോയിട്ടുണ്ടാകാം. പക്ഷേ പിന്നീട് അത് മാറ്റിപ്പറയാനുള്ള അവസരമോ സാഹചര്യമോ മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മക്കളെല്ലാവരും ഒരുമിച്ചുകൂടി ആരെയും ദരിദ്രരാക്കാതെ അതിലൊരു നല്ല തീരുമാനമെടുക്കലാണ് പുണ്യം എന്നാണ് ഈ വിഷയത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ടത്, ഒരാൾക്ക് അർഹതപ്പെട്ട അനന്തര സ്വത്ത് അതൊരിക്കലും നമ്മൾ തടയാൻ പാടില്ല. ഇന്ന് ചില കുടുംബത്തിൽ കൂട്ടുകുടുംബങ്ങളാകുമ്പം പലരും ഒപ്പിടേണ്ടി വരും. എല്ലാവർക്കും അനുവദിച്ച് കിട്ടണമെങ്കിൽ ഓരോരുത്തരും ഒപ്പിടേണ്ടി വരും. എന്റേത് 5 സെന്റ് കിട്ടി, അല്ലെങ്കിൽ 10 സെന്റ് എനിക്ക് കിട്ടി, എന്റെ അനിയന്റെ അവസരം വരുമ്പോ ഞാൻ ഒപ്പിടില്ല എന്ന് പറയുന്ന, അനന്തരം തടയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. വാപ്പയും ഉമ്മയും പറഞ്ഞതാ, എല്ലാവരും കൂടി ഓരോരുത്തരും 10 സെന്റ് എടുത്തോ, അത് ഞങ്ങളുടെ തൃപ്തി, മക്കളും ഒരുമിച്ച് തൃപ്തിപ്പെട്ടു, എല്ലാവർക്കും ആ തീരുമാനത്തിൽ ഉറപ്പായി. അപ്പൊ ഓരോരുത്തർക്കും വീതിക്കപ്പെട്ടത് നമ്മൾ ഒരു ഒപ്പുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ടത് തടയപ്പെട്ടാൽ
നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ അതിന് ഉത്തരം പറയേണ്ടി വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അർഹതപ്പെട്ട സ്വത്ത് നമ്മൾ കാരണം തടയപ്പെടരുത്. അത് വാശിയോ പകയോ വെറുപ്പോ ദേഷ്യമോ കുടുംബ പണക്കിന്റെ പേരിലോ ഒരാൾക്ക് അർഹതപ്പെട്ടത് തടയാനുള്ള തെളിവും നമ്മളെ കയ്യിലുള്ള, മറിച്ച് ആ വിശ്വാസത്തിലാണ് മക്കൾക്കിടയിൽ ആ തീരുമാനം മാതാപിതാക്കൾ എടുത്തതെങ്കിൽ ആ വിശ്വാസത്തിന്റെ കൂടെ മാതാപിതാക്കളുടെ തീരുമാനത്തിന്റെ കൂടെ ആ മക്കൾ നിന്നിട്ടില്ലെങ്കിൽ ആ മാതാപിതാക്കളെ ധിക്കരിക്കുന്നതിനും അവരുടെ വാക്കിന് വില കൽപ്പിക്കാത്തതിൻ്റെയും രീതിയാണെന്ന് വരെ അതിന്റെ വിശദീകരണത്തിൽ ലോകത്തുള്ള ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ ഈ ലോകത്തു നിന്ന് തിരിച്ചു പോകുമ്പോൾ സ്വത്തിന്റെ പേരിലോ സ്വഭാവത്തിന്റെ പേരിലോ നമ്മളോടൊരാൾക്ക് വെറുപ്പുണ്ടാകരുത്. നമ്മളൊരാളോട് നന്മ ഉദ്ദേശിച്ചൊരു ഉപദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അയാൾ നമ്മളോട് ദേഷ്യപ്പെട്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കൂല. പള്ളിന്റെ പിന്നിൽ ചാരിയിരിക്കുന്ന അല്ലെങ്കിൽ മുൻപിൽ സ്ഥലമുണ്ടായിട്ടും പിൻഭാഗത്ത് പോയിരിക്കുന്നവരോട് മുന്നോട്ട് കയറിയിരിക്കണം എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അതൊരു വെറുപ്പുണ്ടാക്കിയതിന്റെ പേരിൽ നമുക്കൊരു ടെൻഷൻ വേണ്ട. കാരണം എന്താ, നമ്മൾ പറഞ്ഞത് ഹക്കാണെങ്കിൽ ഓല് നമ്മളോട് പിണങ്ങിയാലും പരലോകത്ത് അതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ കുറ്റപ്പെടുത്തൂലാന്ന. ഞാനിതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാ. നന്മ ചെയ്തിട്ടും ഒരാൾ നമ്മളോട് അലോഗ്യം കാണിക്കുകയും ന്യായവും നീതിയും പ്രകടിപ്പിച്ചിട്ടും നമ്മളുമായിട്ട് ബന്ധം മുറിക്കുകയും ചെയ്താൽ പിന്നെ അയാളുടെ അന്യായത്തിന് വേണ്ടിയിട്ട് നമ്മൾ താന്നു കൊടുക്കണം എന്നല്ല, ആ ന്യായത്തിന്റെ കൂടെ നിൽക്കുക. അയാൾ മിണ്ടിയാലും മിണ്ടിയിട്ടില്ലെങ്കിലും കുടുംബം ചേർത്താലും ചേർത്തിട്ടില്ലെങ്കിലും അയാളാണ് കുറ്റവാളി. അതിന്റെ കണക്ക് റബ്ബ് നോക്കിക്കോളാം. നിങ്ങളെ അത് ദുനിയാവിൽ സങ്കടപ്പെടുത്തേണ്ടതില്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ഹൃദയത്തോട് ചേർക്കുകയും അന്ധവിശ്വാസങ്ങളിലോ അനാചാരങ്ങളിലോ പെടാതെ ഒരു യഥാർത്ഥ മുഅ്മിനും മുസ്ലിമുമായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് നിന്റെ സ്വർഗപൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവേ, സ്വന്തം കുടുംബത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്താനും പരസ്പരം സ്നേഹിച്ചും സമാധാനമുള്ളൊരു ജീവിതം നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് നാഥ. നിരവധി രോഗികൾ അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ച് വെന്റിലേറ്ററിലും അല്ലാതെയും ഓപ്പറേഷൻ നടന്ന് സുഖപ്പെടാതെയും കിടക്കുന്നവരുണ്ട് നാഥ. ഓരോരുത്തരുടെയും അസുഖം നീ എളുപ്പത്തിൽ ഷിഫ നൽകുകയും ആരോഗ്യത്തോടെ തൗഫീക്കോടുകൂടി ജീവിതത്തിൽ ദീർഘായുസ്സോടുകൂടി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ ഓരോരുത്തരുടെയും ഖബർ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. നാഥ, ഈ ഒരു മഹാപരീക്ഷണത്തിൽ ഏറെ പ്രയാസപ്പെട്ടു പോകുന്നവരുണ്ട്. ഒരു ഭാഗത്ത് ആരോഗ്യം നശിച്ചവർ, പേടികൊണ്ട് മനസ്സ് പ്രയാസപ്പെട്ടു പോയവർ, ധൈര്യത്തോടെ നിൽക്കാനും ക്ഷമയോടെ നേരിടാനും നീ തൗഫീക്ക് നൽകണമേ. കച്ചവടത്തിൽ പൊട്ടിപ്പോയവർ, ജോലി നഷ്ടപ്പെട്ടവർ, കടബാധ്യതയിൽ പെട്ടുപോകുന്നവർ എല്ലാവർക്കും സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ഏറ്റവും റാഹത്തായ ഒരുമിച്ച് നിന്റെ ഭവനത്തിൽ കൂടിയിരിക്കാനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും അകലങ്ങളില്ലാതെ നിന്റെ തൃപ്തിക്കനുസരിച്ച് ഈ ലോകത്ത് സമാധാനത്തോടെ ജീവിച്ചു മരിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകുകയും എത്രയും എളുപ്പത്തിൽ ഞങ്ങളിലേക്ക് ആ സമാധാനത്തിന്റെ ദിവസങ്ങൾ നീ എത്തിച്ചു നൽകുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ.